അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ബ്ലൗസിനെ കുറിച്ചാണ്. ബ്ലൗസ് നമ്മൾ ബാക്ക് ഓപ്പൺ തയ്ക്കണോ ഫ്രണ്ട് ഓപ്പൺ തയ്ക്കണോ എന്ന് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ തോന്നും. ചില സാരീസിന് നമുക്ക് ബാക്ക് ഓപ്പൺ തയ്ക്കേണ്ടി വരും, ചില സാരീസിന് ഫ്രണ്ട് ഓപ്പൺ തയ്ക്കേണ്ടി വരും. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ തയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഏതിന് എങ്ങനെ തയ്ക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഐഡിയാസ് ഉണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ കമൻറ്റിൽ ആക്റ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ 2-3 ടൈപ്പിൽ ബ്ലൗസസ് ചെയ്യാറുണ്ട്. ഫ്രണ്ട് ഓപ്പൺ തയ്ക്കും, ബാക്ക് ഓപ്പൺ തയ്ക്കും. ബാക്ക് ഓപ്പണിൽ നമ്മൾ സിബ് വെക്കാറുണ്ട്, ഹുക്ക് വെക്കാറുണ്ട്. ഫ്രണ്ട് ഓപ്പൺ തയ്ക്കുന്ന നമുക്ക് ബാക്ക് ഓപ്പൺ ഫസ്റ്റ് പറയാം. ബാക്ക് ഓപ്പൺ തയ്ക്കുന്ന ബ്ലൗസുകളെന്ന് പറയുമ്പോൾ സാരി ട്രാൻസ്പെറൻ്റ് ആണ്, അല്ലെങ്കിൽ തിന്നായിട്ടുള്ള സാരി. ഇപ്പോൾ ഞാൻ ഉടുത്തേക്കുന്ന സാരി കുറച്ച് തിന്നായിട്ടുള്ള സ്ക്രൈപ്പ് സാരി അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാരീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ് തയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടൺ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ വരുമ്പം ഇത് സാരി ഇട്ട് 1 ലെയറൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പം നമുക്കത് ഒരു വൃത്തികേടായിട്ട് തോന്നും. ബാക്ക് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നല്ല ക്ലീനായിട്ട് ഫ്രണ്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കും. പിന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസസൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ബാക്ക് ഓപ്പൺ തന്നെയാണ് നല്ലതും. സാരിയുടെ ടെക്സ്ചർ നോക്കിയിട്ട് നമ്മൾ ബ്ലൗസ് തയ്ക്കുക. അതുപോലെ നമ്മൾ പ്ലീറ്റ് ചെയ്യുന്ന സാരീസാണ്. ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് പോവുകയാണ്, അപ്പോൾ നമ്മളൊരു കസവ് സാരി അല്ലെങ്കിൽ കാഞ്ചീപുരം സാരി നമ്മൾ പ്ലീറ്റ് ചെയ്താണ് ഉടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് തയ്ക്കാം. കാരണം പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ബ്ലൗസിൻ്റെ ആ ഹുക്ക് ഒന്നും കാണത്തില്ല. പിന്നെ നമുക്ക് എപ്പോഴും ലേഡീസിന് എപ്പോഴും കംഫർട്ടബിൾ ഇടാനായിട്ട് ഫ്രണ്ട് ഓപ്പൺ തന്നെ. കാരണം ബാക്ക് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഒരാളുടെ സഹായം വേണ്ടി വരും ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ഉണ്ടോ, അപ്പോൾ ഇത് എൻ്റെ ബ്ലൗസ് ഞാനത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വൈഡ് റൗണ്ട് നെക്ക് അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള നെക്കൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇത് നമുക്ക് തന്നെ ഇടാൻ പറ്റും. ഞാൻ നോർമലി ഇടാറുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് ബട്ടൺ ഇട്ടിട്ട് ഇങ്ങനെ തന്നെ കൈവച്ചിട്ട് ഇടാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഇടിപ്പിക്കുക. അതായത് നെക്ക് ഇറങ്ങിയിട്ടുള്ളതിന് എപ്പോഴും ഹുക്ക് തന്നെ വെക്കുക, ബാക്ക് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട് ഓപ്പൺ നമ്മൾ സാരി നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ട്രാൻസ്പെറൻറ്റ് സാരി ആണെങ്കിൽ, നെറ്റ് സാരി, ടിഷ്യൂ സാരി, അങ്ങനത്തെ സാരീസൊക്കെ വരുമ്പോൾ എപ്പോഴും ബാക്ക് ഓപ്പൺ ബ്ലൗസ് തന്നെ ചെയ്യുന്നതായിരിക്കും നന്നായിട്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബ്ലൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ ബാക്കിൽ ഇത് എനിക്ക് പ്രിൻസസ് കട്ടിങ്ങായിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണ്, ലോങ് ആയിട്ട് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. ഇതിൽ ഞാൻ സിബ്ബാണ് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ ബോട്ടനൊക്കെയാണ് ഫുൾ കവേർഡ്. കൂടുതൽ ഞാൻ ഇങ്ങനത്തെ ബ്ലൗസസാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് കുറച്ച് കംഫർട്ടബിളാണ്. ബാക്കൊന്നും ഇറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളാണ്. ഞാൻ ഈ ബ്ലൗസിൽ ഇത് ഇത്രയും സിബ് ഇട്ട് വെച്ചിട്ട് തലയിൽ കൂടെ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സിബ് ഇങ്ങനെ ഇടാവുന്ന രീതിയിലാണിത് ചെയ്തേക്കുന്നത്. അതായത് ബോട്ടനൊക്കെ വരുമ്പോൾ എപ്പോഴും ബാക്ക് ഓപ്പൺ സിബ് വെച്ചിട്ട് തയ്പ്പിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ബ്ലൗസും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇതിൽ ഞാൻ ആക്ച്വലി ഫ്രണ്ട് ഓപ്പണാണ് ചെയ്തേക്കുന്നത്. ഇതിൽ പ്രിൻസസ് കട്ടാണ് വന്നേക്കുന്നത്. ഇതൊക്കെ സിമ്പിളാണ്, നല്ല കംഫർട്ടബിളായി ബ്ലൗസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനത്തെ സാരീസൊക്കെ ഇതൊക്കെ കോട്ടൺ സാരീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്ലൗസ്. കോമൺ ആയിട്ട് കുറേ ബ്ലൗസസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് എപ്പോഴും ബ്ലാക്ക്, മെറൂൺ, ഗോൾഡൻ കളറൊക്കെ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും കൂടെ യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലീറ്റ് ചെയ്യുന്ന സാരീസിന് എപ്പോഴും ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിളാണ്. ആ ഒരു ഹുക്കൊന്നും കാണത്തുമില്ല. അതേപോലെ ട്രാൻസ്പെറൻറ്റ് സാരീസ്, നെറ്റ് സാരീസോ അല്ലെങ്കിൽ അങ്ങനത്തെ സാരീസൊക്കെയാണ് ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന സാരീസിന് ബാക്ക് ഓപ്പൺ ചെയ്യുക. അതാകുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാനായിട്ട്. പിന്നെ ബോട്ടനൊക്കെ അങ്ങനത്തെയൊക്കെ നെക്ക് പാറ്റേൺ ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് ഓപ്പൺ തന്നെ ചെയ്യുക. സിബ് വെക്കുന്ന കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഐഡിയാസും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ടിപ്പായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സിനെ കുറിച്ച് പറയാനുണ്ട്, അറിയാനുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ് നമുക്ക് അതിനുള്ള റിപ്ലൈ തരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.